യൂട്രസ് നമ്മളെ നിലനിർത്തിക്കൊണ്ട് ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യുന്ന പുതിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഈ ഫൈബ്രോയിഡ് യൂട്രസിന് അകത്തുണ്ടാവുന്ന ഒരു മുഴയാണല്ലോ. യൂട്രസിൻ്റെ ഏത് ഭാഗത്താണ് ഫൈബ്രോയിഡ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്കാൻ ചെയ്യുന്നു, അൾട്രാസൗണ്ട് ചെയ്യുന്നു, പിന്നീട് നമ്മൾ MRI സ്കാൻ പോലുള്ള വലിയ സ്കാനുകൾ ചെയ്യുന്നു. അപ്പോൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്യണം എവിടെയാണ് മുഴയുള്ളത്, ഏത് ഭാഗത്താണ്, ഒന്നിൽ കൂടുതൽ മുഴയുണ്ടോ, ആ മുഴകൾ എത്ര വലിപ്പമുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ പലപ്പോഴും സർജറിയിലേക്ക് പ്ലാനിങ് ചെയ്യുന്നത്. നമുക്ക് 2 രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ശസ്ത്രക്രിയ, വയറ് തുറന്നിട്ടുള്ള ശസ്ത്രക്രിയ. രണ്ടാമത് മിനിമൽ ആക്സസ് ശസ്ത്രക്രിയ. പൊതുവേ നമ്മൾ താക്കോൽ ദ്വാരം, കീ ഹോൾ എന്നൊക്കെ പറയുന്ന സാധനം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ വലിയ മുഴയുണ്ടാവുക, നമുക്ക് കീ ഹോളിലൂടെ ചെയ്യാൻ പറ്റാത്തത്ര കോംപ്ലിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള ചില കേസുകളിൽ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യും. പക്ഷേ കൂടുതലും താക്കോൽ ദ്വാരം അല്ലെങ്കിൽ കീ ഹോൾ ശസ്ത്രക്രിയയാണ് ഇന്ന് ചെയ്യുന്നത്. ഈ കീ ഹോൾ ശസ്ത്രക്രിയയിൽ 2 ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള കീ ഹോൾ ശസ്ത്രക്രിയ, അഥവാ നമ്മൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതിനേക്കാളും വളരെ കൂടുതലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ശസ്ത്രക്രിയ രീതി എന്ന് പറയുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയയാണ്. റോബോട്ടിക് ശസ്ത്രക്രിയ കുറേയും കൂടി പ്രെസിഷൻ ഉണ്ട്, അതായത് കൃത്യതയുണ്ട്. അപ്പോൾ ഇതിൽ രക്തസ്രാവം കുറവായിരിക്കും, കൃത്യത കൂടുതലായിരിക്കും, മറ്റ് ഓർഗൻസിന് ഉണ്ടാകുന്ന ഡാമേജസ് കുറവായിരിക്കും, രോഗിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പെയിൻ കുറവായിരിക്കും, രോഗിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഓൺലി പ്രോബ്ലം എല്ലാ ഹോസ്പിറ്റലുകളും വൈഡ്ലി നമുക്കിന്ന് റോബോട്ടിക് സർജറി അവൈലബിൾ അല്ല. പക്ഷേ അതുപോലെ തന്നെ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഇതാണ് റോബോട്ടിക് ശസ്ത്രക്രിയയെ കുറച്ചുകൂടി ആൾക്കാർക്ക് അപ്രാപ്യമാക്കുന്നത്.